ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ്. ഓർബിറ്റൽസിന്റെ സൈസ്, ഷേപ്പ്, ഓറിയന്റേഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർട്ടൻ നമ്പേഴ്സ് ആണ് ക്വാണ്ടം നമ്പേഴ്സ്. ഓർ ക്വാണ്ടം നമ്പേഴ്സ് ആർ ദി അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ക്വാണ്ടം നമ്പേഴ്സ് ആണെന്ന് പറയാം. നമുക്കറിയാം, നമ്മൾ ഒരാളുടെ പേര് പറയുമ്പോൾ അയാളുടെ പേരുണ്ട്, അയാൾക്ക് അഡ്രസ് ഉണ്ട്, ഏത് വീട്ടിലെയാണ്, വീട് ഇരിക്കുന്ന സ്ഥലം ഏതാണ്, ആ രീതിയിൽ നമ്മൾ അഡ്രസ്സ് പറയാറുണ്ട്. ഇതുപോലെ നമ്മുടെ ഒരു ഇലക്ട്രോൺ ഏകദേശം എവിടെയാണ് ഇരിക്കുന്നത്, ഏത് ഓർബിറ്റലിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിന്റെ അഡ്രസ് എന്ന് പറയാവുന്ന നമ്പേഴ്സ് ആണ് ക്വാണ്ടം നമ്പേഴ്സ്. 4 ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. They are principal quantum number n, azimuthal quantum number L, magnetic quantum number m and spin quantum number s. First one is principal quantum number n. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, ഒന്ന് ഇറ്റ് ഗീവ്സ് സൈസ് ഓഫ് ദി ഓർബിറ്റ്, രണ്ട് ഇറ്റ് ഗീവ്സ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്, നെക്സ്റ്റ് ഇറ്റ് ഗീവ്സ് ഷെൽ ഇൻ വിച്ച് ഇലക്ട്രോൺ ഇസ് ഫൗണ്ട്. It also gives the average distance between the electron and the nucleus. As the value of n increases, distance between electron and nucleus also increases. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്ന ആ ഒരു ഓർബിറ്റിന്റെ സൈസ്, എനർജി ഓഫ് ഓർബിറ്റ് ഒക്കെ നമുക്ക് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് അറിയാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം, സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയോൺസ് ഉണ്ട്, അതിന് ചുറ്റുമുള്ള ഓർബിറ്റുകളിലാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഉള്ളത്. ഇതൊക്കെ കറക്റ്റ് സർക്കിളാണ് കേട്ടോ, ഞാൻ വരയ്ക്കുമ്പോൾ പല ഷേപ്പായി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ന്യൂക്ലിയസിന് അടുത്ത് ഓർബിറ്റുകളുണ്ട്, ന്യൂക്ലിയസിനോട് അകന്നും ഓർബിറ്റുകളുണ്ട്. ഈ ഓർബിറ്റുകളിലാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഇലക്ട്രോൺസിന് എപ്പോഴും എങ്ങനെയായിരിക്കും, എനർജി കുറവായിരിക്കും. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറുമാണ് എനർജി കൂടുതൽ. ഓക്കെ, അപ്പൊ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് നമുക്ക് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ച് പറയാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ക്വാണ്ടം നമ്പർ എങ്ങനെയാ, 1. ഇത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആയിരിക്കും, അതായത് കെ ഷെല്ല്. അടുത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2, അപ്പോൾ എം ഷെല്ല്. ദെൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3, ദാറ്റ് ഇസ് കെ കഴിഞ്ഞ് എല്, പിന്നെ എം, കെ എൽ എം എൻ. ഈ രീതിയിലാണ് നമ്മൾ ഷെല്ലുകൾക്ക് നമ്പർ കൊടുക്കുന്നത്. അപ്പൊ n ഈസ് ഈക്വൽ ടു 1 2 3 4 5 ഇങ്ങനെ പോകുന്നു നമ്മുടെ ഓർബിറ്റുകളുടെ വാല്യൂ അല്ലെങ്കിൽ ഷെല്ലുകളുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇലക്ട്രോൺ എവിടെ ആയിരിക്കും, കെ ഷെല്ലിലായിരിക്കും. n ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ഇലക്ട്രോൺ എൽ ഷെല്ലിലായിരിക്കും. n ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ഇലക്ട്രോൺ എം ഷെല്ലിലായിരിക്കും. അങ്ങനെ അപ്പോൾ ന്യൂക്ലിയസിന് അടുത്താണോ അകന്നാണോ ഇലക്ട്രോൺ ഇരിക്കുന്നത്, ലോവർ എനർജി സ്റ്റേറ്റിലാണോ ഹയർ എനർജി സ്റ്റേറ്റിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ് ഓക്യുപ്പൈ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ, ഇലക്ട്രോണിന്റെ ഇരിക്കുന്ന ഓർബിറ്റിന്റെ സൈസ്, ഷേപ്പ്, അതുപോലെ ഇലക്ട്രോണിന്റെ എനർജി ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, സബ്സിഡറി ഓർ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റ് ക്വാണ്ടം നമ്പർ എന്ന് പറയാറുണ്ട്. അപ്പൊ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റ് ക്വാണ്ടം നമ്പർ എൽ എന്ന ലെറ്റർ വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ഷേപ്പ് ഓഫ് ഓർബിറ്റിൽ നമുക്ക് ഏത് ഷേപ്പാണ് നമ്മുടെ ഓർബിറ്റിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. സബ്ഷെൽ അല്ലെങ്കിൽ സബ് ലെവൽ ഇൻ വിച്ച് ഇലക്ട്രോൺ ലൊക്കേറ്റഡ്. അപ്പൊ ഷെല്ലിനകത്ത് ഏത് സബ് ഷെല്ലിലാണ് അല്ലെങ്കിൽ സബ് ലെവലിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി, അതുപോലെ തന്നെ ഓർബിറ്റിന്റെ ഷേപ്പ് പറയാനൊക്കെ നമുക്ക് ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കാം. ഇറ്റ് ഓൾസോ ഗീവ്സ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് n, L can have n വാല്യൂസ് റേഞ്ചിങ് ഫ്രം 0 to n-1. അപ്പൊ n-നുസരിച്ച് എല്ലിന്റെ വാല്യൂസ് എത്ര വരെ വരാം എന്നാ പറയുന്നത്, 0 മുതൽ n-1 വരെ വരാം എല്ലിന്റെ വാല്യൂസ്. ഇപ്പോ n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്രയായിരിക്കും, n ഈക്വൽ ടു 1 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്രയായിരിക്കും, n-1 വരെ വരാവുന്നത്. n ഈസ് ഈക്വൽ ടു 1 ആവുമ്പോൾ l ഈസ് ഈക്വൽ ടു 1-1 0. അതുപോലെ ഓരോ ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അനുസരിച്ചും അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് 0 തൊട്ട് n-1 വരെയുള്ള വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്രയായിരിക്കും, n-1 0 മാത്രമേ ഉള്ളൂ. ഇനി n ഈസ് ഈക്വൽ ടു 2 ആണെങ്കിലോ, n ഈസ് ഈക്വൽ ടു 2, എല്ലിന് എന്തൊക്കെ വാല്യൂ വരാന്നാ പറഞ്ഞത്, 0 മുതൽ n-1 വരെ. ഇവിടെ n-1 2-1 എത്രയാണ്, 1 തന്നെ. അപ്പൊ 0യും 1ഉം വരാം. ഇനി n ഈസ് ഈക്വൽ ടു 3 ആണെങ്കിലോ എല്ലിന്റെ വാല്യൂസ് 0 മുതൽ n-1 വരെ, അതായത് 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സബ് ലെവൽ അല്ലെ സബ് ഷെൽ അറിയാൻ പറ്റും. അപ്പൊ n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എല്ലിനാകെ ഒറ്റ വാല്യൂ ഉള്ളൂ, l ഈസ് ഈക്വൽ ടു 0. l ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് s സബ് ഷെൽ ആയിരിക്കും. ഓക്കെ, ഇനി n ഈസ് ഈക്വൽ ടു 2 വരുമ്പോൾ എല്ലിന്റെ 2 വാല്യൂസ് വരാം, 0യും വരാം 1ഉം വരാം. അപ്പോൾ l ഈസ് ഈക്വൽ ടു 0 വന്നാൽ അത് s സബ് ഷെല്ലും, l ഈസ് ഈക്വൽ ടു 1 വന്നാൽ അത് p സബ് ഷെല്ലും ആയിരിക്കും. ഇനി n ഈസ് ഈക്വൽ ടു 3 വന്ന എല്ലിന് ഏതൊക്കെ വാല്യൂസ് വരാം,
0 1 2 S സബ്ഷെൽ വരാം, P സബ്ഷെൽ വരാം ആൻഡ് D സബ്ഷെല്ലും വരാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏതൊക്കെ സബ്ഷെല്ലിൽ, ഷെല്ലിനകത്ത് ഏത് ഓർബിറ്റൽ, ഏത് സബ്ഷെല്ലിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് നമുക്ക് അസിമുത്തൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. n=1 ആണെങ്കിൽ L=0 ആയിരിക്കും. അതായത് K ഷെല്ലിൽ ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അത് S സബ്ഷെല്ലാണ്. L=0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള S സബ്ഷെല്ല്. ഇനി n=2 ആണെങ്കിലോ L=0യും 1ഉം വരാം. അപ്പൊ L ഷെല്ലിന് 2 സബ് ഷെല്ലുകളുണ്ട്, എസും ഉണ്ട് പിയും ഉണ്ട്. ഇനി n=3 ആണെങ്കിൽ Lന് 3 വാല്യൂസ് വരാം. അതായത് M ഷെല്ലിന് 3 സബ് ഷെല്ലുകളുണ്ട്. ഓക്കെ, അപ്പൊ n=1 വന്നാൽ ഒരു സബ് ഷെല്ല്, n=2 വന്നാൽ 2 സബ് ഷെല്ല്, n=3 വന്നാൽ 3 സബ് ഷെല്ല്. ഈ രീതിയിലായിരിക്കും ഉള്ളത്. n=4 ആണെങ്കിൽ അപ്പൊ എത്ര സബ് ഷെല്ല് വരും? 4 സബ് ഷെല്ല് വരും. ഏതൊക്കെയായിരിക്കും? എസും പിയും ഡിയും എഫും. ഈ രീതിയിൽ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന സബ് ഷെല്ലുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അസിമുത്തൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യാം. അടുത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. M അല്ലെങ്കിൽ ML വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഓർബിറ്റൽസിന്റെ സ്പേസിലുള്ള ഓറിയന്റേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. ഫോർ എ ഗിവൺ L വാല്യൂ there are 2 L+1 possible values for M and these values are given by M -L to +L including 0. അതായത് -L തൊട്ട് 0 വരെ പിന്നെ +L വരെ. അപ്പോൾ n-ന്റെ വാല്യൂ നമ്മൾ കണ്ടു. n-ൽ നിന്ന് L എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞത് 0 മുതൽ n-1 വരെയാണ് നമ്മുടെ L-ന് കിട്ടാവുന്ന വാല്യൂസ്. ഇനി ML-ന്റെ വാല്യൂ അല്ലെങ്കിൽ M-ന്റെ വാല്യൂ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? 2L+1 വാല്യൂസ് ഉണ്ടായിരിക്കും. അത് എങ്ങനെയാ? -L തൊട്ട് +L വരെ ഇൻക്ലൂഡിങ് 0. അപ്പോൾ n=1 ആയാലും L എത്ര കിട്ടും? n-1 വരെ. 0 തൊട്ട് n-1 വരെ എന്ന് പറഞ്ഞാൽ 1 - 1 0 വരെ. അപ്പൊ L=0 കിട്ടി. S ആണ് നമ്മുടെ സബ്ഷെല്ല് നമുക്ക് കിട്ടി. അപ്പൊ M-ന്റെ വാല്യൂ എത്ര ആയിരിക്കും? -L +L 0. -L കഴിഞ്ഞ് 0 വരെ വേറെ വാല്യൂ ഉണ്ടെങ്കിൽ അതും നമുക്ക് എഴുതാം. അത് നമുക്ക് ഇനി വഴിയെ നോക്കാം. അപ്പൊ -L -0 +0 ഇത് ആകെപ്പാടെ 0 മാത്രമേ ഉള്ളൂ. അപ്പൊ M-ന്റെ വാല്യൂ 0 തന്നെ. അതായത് നമ്മുടെ സബ്ഷെല്ല് ഏതാണ്? S ആണ് നമ്മുടെ സബ്ഷെല്ല്. ഓക്കെ, ഈ S ആകെപ്പാടെ S-ന് വേറെ ഓറിയന്റേഷൻ ഒന്നും ഇല്ല അല്ലേ? S മൊത്തത്തിൽ ഒറ്റ ഓറിയന്റേഷനേ എസിനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന n വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് S സബ്ഷെല്ല് കിട്ടി. ഇനി n വാല്യൂ 2 ആണെങ്കിലോ L വാല്യൂ 0യും വരാം 1ഉം വരാം നമ്മൾ കണ്ടു. L വാല്യൂ 0 ആണെങ്കിൽ കിട്ടുന്ന M വാല്യൂ എത്രയായിരിക്കും? M വാല്യൂ -0 +0 അത്രേ ഉള്ളൂ. അതായത് L 0 തന്നെ കിട്ടും. ഇനി L വാല്യൂ 1 ആണെങ്കിൽ -1 വരാം, 0 വരാം, +1 വരാം. ഓക്കെ, L വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏത് സബ്ഷെല്ലാണ്? P സബ്ഷെല്ല്. L വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന S സബ്ഷെല്ല്, L വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന P സബ്ഷെല്ല്. അപ്പൊ P സബ്ഷെല്ലിന് ML വാല്യൂസ് എത്ര എണ്ണം കിട്ടി? -1 ഉണ്ട്, 0 ഉണ്ട്, +1 ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അതാണ് Pയുടെ 3 ഓർബിറ്റൽസ്, ഓർബിറ്റൽ ഓറിയന്റേഷൻസ്. PX ഉണ്ട്, PY ഉണ്ട്, PZ ഉണ്ട്. അപ്പൊ Pക്ക് എത്ര ഓർബിറ്റൽ ഉണ്ട്? എസിനകത്താണ് ഒറ്റ ഓർബിറ്റൽ ഉണ്ടായിരുന്നുള്ളൂ, കാരണം എസിന്റെ M വാല്യൂ 0 ആയിരുന്നു. ഇനി Pയുടെ M വാല്യൂ എത്രയാ? 3 എണ്ണം വരുന്നുണ്ട്. -1 0 +1. അതായത് Pക്ക് 3 ഡിഫറെന്റ് P ഓർബിറ്റൽസ് ഉണ്ട്. ദേ ആർ PX, PY ആൻഡ് PZ. അങ്ങനെയാണെങ്കിൽ n=, അടുത്തത് L=2 വന്നാലോ? L=2 ആണെങ്കിൽ നമുക്കറിയാം അത് D സബ്ഷെല്ലായിരിക്കും. L=2 ആണെങ്കിൽ M-ന്റെ വാല്യൂ ഏതൊക്കെ വരാം? -L to +L ഇൻക്ലൂഡിങ് 0. അപ്പൊ -2 പിന്നെ 0 എത്തണമെങ്കിൽ -1 കൂടി കടക്കണം നമുക്കറിയാം അല്ലേ? അപ്പൊ -2 -1 0 +1 +2. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് അപ്പൊ 5 സബ്ഷെല്ലുകൾ വന്നു D ഓർബിറ്റലിന്. 5 D സബ്ഷെല്ലിന് 5 ഓർബിറ്റലുകൾ വന്നു. അത് ഏതൊക്കെയാണ്? DXY, DXZ, DYZ, DX² - Y² ആൻഡ് DZ². ഈ രീതിയിലാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് ആദ്യത്തേത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സൈസ് ഓഫ് ഓർബിറ്റൽ. ഈ ന്യൂക്ലിയസിന്റെ അടുത്താണോ അകന്നാണോ ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്നുള്ളത്. n= ചെറിയ വാല്യൂ ആണ് ന്യൂക്ലിയസിന് അടുത്തായിരിക്കും. n-ന്റെ വാല്യൂ 3, 4, 5, 6 ഒക്കെ ആവുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും, എനർജിയും കൂടുതലായിരിക്കും. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എങ്ങനെയാണ്? 0 തൊട്ട് n-1 വരെയാണ് നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ വരുന്നത്. ഓർബിറ്റലിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സബ്ഷെൽ ഒക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ n=1 ആണെങ്കിൽ L=0 ആയിരിക്കും, അത് S സബ്ഷെൽ ആയിരിക്കും. n=2 ആണെങ്കിൽ L=0യും 1ഉം വരാം, അത് S ആൻഡ് P സബ്ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിരിക്കും. അപ്പൊ L-ന്റെ വാല്യൂ നോക്കി നമുക്ക് സബ്ഷെൽ ഏതാണെന്ന് തീരുമാനിക്കാം. L=0 ആണെങ്കിൽ S സബ്ഷെല്ല്, L=1 ആണെങ്കിൽ P സബ്ഷെല്ല്, L=2 ആണെങ്കിൽ D സബ്ഷെല്ല്, L=3 ആണെങ്കിൽ F സബ്ഷെല്ല്. ഈ രീതിയിൽ ഇതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇനി അടുത്തത്
മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ സബ്ഷെല്ലിനകത്ത് വീണ്ടും എത്ര ഓർബിറ്റൽസ് ഉണ്ട് അല്ലെങ്കിൽ ഓർബിറ്റൽ ഓറിയന്റേഷൻ എങ്ങനെയാണെന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ എസിന്റെ എം വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 0 തന്നെയായിരുന്നു. 0 മീൻസ് അതിന് വേറെ എസ് ഓർബിറ്റലിന് വേറെ ഓറിയന്റേഷൻസ് ഒന്നുമില്ല. ഇനി പി ഓർബിറ്റൽ n=2 വെച്ച് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ പി ഓർബിറ്റലിന്റെ കേസിൽ ഈ എം വാല്യൂ 3 എണ്ണം കിട്ടി. ഏതൊക്കെയായിരുന്നു? -1, 0, +1. അതായത് px, py, pz ഓർബിറ്റലുകൾ നമുക്ക് കിട്ടി. ഇനി L=2 ആവുമ്പോൾ നമുക്കറിയാം ഡി ഓർബിറ്റൽ ആണെന്നറിയാം. അതിന്റെ കേസിൽ നമ്മൾ എമ്മിന്റെ വാല്യൂ -L2 +L ഇൻക്ലൂഡിങ് 0 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഏതൊക്കെ കിട്ടും? -2, -1, 0, +1, +2 ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടും. അടുത്തത് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓൺലി എക്സ്പെരിമെന്റൽ ക്വാണ്ടം നമ്പർ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. സ്പിൻ ഓറിയന്റേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇത് തരുന്നത്. ഇത് ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആവാം അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആവാം. ഇലക്ട്രോണിന്റെ ഓറിയന്റേഷൻ ആണ്. ഇലക്ട്രോൺ ചിലപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നിൽക്കും അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നിൽക്കും. സോ അതിന്റെ വാല്യൂസ് എങ്ങനെ വരാം? ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ -½ ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ +½ സ്പിൻ ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ -½ സ്പിൻ ആയിരിക്കും. ഈ രീതിയിൽ ഓൺലി എക്സ്പെരിമെന്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമ്മൾ ഇലക്ട്രോൺസിന്റെ അഡ്രസ് പോലെ ഇലക്ട്രോണിന്റെ സ്ഥാനം എവിടെയാണ്, ഏത് ഓർബിറ്റലിലാണ്, എനർജി കൂടുതലാണോ കുറവാണോ, അതിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ്.